ഇന്ന് ഒരുപാട് ലാർജ് ലാംഗ്വേജ് മോഡൽസ് അവൈലബിൾ ആണ്. അവയ്ക്ക് ഓരോന്നിനും അതിൻ്റേതായ കഴിവുകളും പ്രത്യേകതകളുമുണ്ട്. നിങ്ങളൊരു AI ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നു എന്ന് കരുതുക. ഈ ഒരു ആപ്ലിക്കേഷനിൽ യൂസേഴ്സിൻ്റെ ചോദ്യങ്ങൾ വിശകലനം ചെയ്യാൻ ഒരു LLM-ഉം അവയ്ക്ക് മറുപടി നൽകാൻ മറ്റൊരു LLM ഉപയോഗിക്കുന്നു എന്ന് കരുതുക. ഇവിടെ തീർച്ചയായും ഈ രണ്ട് മോഡൽസും തമ്മിൽ ഒരു കണക്ഷൻ വേണം. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും, കോണ്ടെക്സ്റ്റ് സേവ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ആപ്ലിക്കേഷൻ പ്രോപ്പറായി പ്രവർത്തിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിന് കൃത്യമായി പരിഹാരം നൽകുന്ന ഒന്നാണ് LangChain. ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഉപയോഗിച്ചുള്ള ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു ഓപ്പൺ സോഴ്സ് ഓർക്കസ്ട്രേഷൻ ഫ്രെയിംവർക്കാണ് LangChain. പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ് എന്നീ ലൈബ്രറികളിൽ ഇവ ലഭ്യമാണ്. അടിസ്ഥാനപരമായി ഏത് LLM-നും ഉപയോഗിക്കാവുന്ന ഒരു പൊതുവായ ഇൻ്റർഫേസ് ആണിത്. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ LLM ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കുവാനും അവയെ വിവിധ ഡേറ്റാ സോഴ്സുകളുമായും വർക്ക്ഫ്ലോയുമായും ബന്ധിപ്പിക്കാൻ സാധിക്കും. ഇനി എന്താണ് LangGraph? സങ്കീർണമായ ജനറേറ്റീവ് AI ഏജന്റ് വർക്ക്ഫ്ലോകൾ നിർമ്മിക്കാനും നിയന്ത്രിക്കാനും രൂപകൽപ്പന ചെയ്ത ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്കാണ് LangGraph. LangGraphന്റെ പ്രധാന സവിശേഷത എന്നത് ഗ്രാഫ് ബേസ്ഡ് ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നു എന്നതാണ്. ഒരു AI ഏജന്റ് വർക്ക്ഫ്ലോയിലെ വിവിധ ഘടകങ്ങൾ തമ്മിലുള്ള സങ്കീർണമായ ബന്ധങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാൻ ഇവ സഹായിക്കുന്നു. LangChainഉം LangGraphും ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഉപയോഗിച്ച് ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാൻ ഡെവലപ്പേഴ്സിനെ സഹായിക്കുന്നു. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണ്? എവിടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്? ആദ്യമായി LangChainനെ പറ്റി നോക്കാം. ലളിതമായി പറഞ്ഞാൽ ഫംഗ്ഷനുകളെ ഒരു ചെയിൻ പോലെ ഒന്നിനു പിറകെ ഒന്നായി ക്രമീകരിച്ചുകൊണ്ട്, അതായത് ഓരോ ഫംഗ്ഷനാലിറ്റീസിനെയും ഒന്നിനു പിറകെ ഒന്നായി ക്രമീകരിച്ചുകൊണ്ട് LLM ആപ്ലിക്കേഷൻസ് നിർമ്മിക്കുന്ന രീതിയാണ് LangChain. ഉദാഹരണത്തിന് നമ്മളൊരു ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നു എന്ന് കരുതുക. അതിൻ്റെ ആദ്യത്തെ ജോലി ഒരു വെബ്സൈറ്റിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ ശേഖരിക്കുക, റിട്രീവ് എന്നതാണ്. അത് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ശേഖരിച്ച വിവരങ്ങളുടെ ഒരു സമ്മറൈസേഷൻ തയ്യാറാക്കുക. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. അവസാനമായി ഈ ഒരു ഡേറ്റ, അതായത് സമ്മറൈസ് ചെയ്ത ഡേറ്റ യൂസ് ചെയ്ത് യൂസേഴ്സിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. അതായത് ഇവിടെയുള്ള പ്രവർത്തന രീതി എന്ന് പറയുന്നത് റിട്രീവ്, സമ്മറൈസ്, ആൻസർ എന്ന ക്രമത്തിലാണ്. ഇത് ചെയ്യാൻ നമ്മൾ LangChain യൂസ് ചെയ്യുന്നു. ഇതിൽ റിട്രീവ് എന്ന ഭാഗം നോക്കാം. വിവിധ ഡേറ്റാ സോഴ്സുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ LangChainലെ ഡോക്യുമെൻ്റ് ലോഡർ എന്ന ഘടകം ഉപയോഗിക്കാം. ഇനി ഈ ഒരു ഡോക്യുമെൻറ്റുകൾ വളരെ വലുതാണെങ്കിൽ അവയെ അർത്ഥവത്തായ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കാൻ ടെക്സ്റ്റ് സ്പ്ലിറ്റർ എന്ന LangChainന്റെ പാർട്ട് യൂസ് ചെയ്യാം. ഇതാണ് റിട്രീവ് ഘട്ടം. ഇതിൽ സമ്മറൈസ് ചെയ്യാൻ LLMന് നിർദ്ദേശം നൽകുന്ന ഒരു പ്രോംപ്റ്റ് ഉണ്ടാകാം. ആ നിർദ്ദേശം നമ്മൾ തിരഞ്ഞെടുത്ത ലാർജ് ലാംഗ്വേജ് മോഡലിലേക്ക് എത്തിക്കുന്ന മറ്റൊരു ഘടകവും ഉണ്ടാകാം. ഇനി ഫൈനൽ സ്റ്റേജാണ് ആൻസർ നൽകുന്ന ഘട്ടം, അതായത് മറുപടി നൽകുന്ന ഘട്ടം. ഇതിനായി നമ്മൾ മറ്റൊരു ചെയിൻ ഉപയോഗിക്കുന്നു. ഈ ഒരു ചെയിനിൽ മെമ്മറി എന്നൊരു ഘടകം കൂടി ഉൾപ്പെടാം. യൂസറിൻ്റെ സംഭാഷണങ്ങളുടെ ഹിസ്റ്ററിയും പശ്ചാത്തലവും, അതായത് കോണ്ടെക്സ്റ്റ്, ഇവ ശേഖരിച്ച് വയ്ക്കാനാണ് LangChainലെ ഈ ഒരു ഘടകം യൂസ് ചെയ്യുന്നത്. നേരത്തെ തയ്യാറാക്കിയ സമ്മറൈസ് ചെയ്ത ഡേറ്റയും മെമ്മറിയിലുള്ള വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ മറുപടി നൽകാൻ ഇത് സഹായിക്കുന്നു. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ വിവരങ്ങൾ സമ്മറൈസ് ചെയ്യാൻ ഉപയോഗിച്ച അതേ ലാർജ് ലാംഗ്വേജ് മോഡൽ ആകണമെന്നില്ല ആൻസർ നൽകാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു മോഡുലർ ആർക്കിടെക്ചർ വഴി ഇത്തരം ഉയർന്ന തലത്തിലുള്ള LLMസിനെ കൂട്ടിയിണക്കി സങ്കീർണമായ വർക്ക് ഫ്ലോസ് നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. ബേസിക്കലി ഒന്നിനു പുറകെ ഒന്നായി ഫംഗ്ഷനാലിറ്റീസ് ചെയ്യാൻ LangChainലൂടെ സാധിക്കും. LangChain എക്കോസിസ്റ്റത്തിലെ മറ്റൊരു ലൈബ്രറിയാണ് LangGraph. ലീനിയർ അല്ലാത്ത, അതായത് നോൺ ലീനിയർ വർക്ക് ഫ്ലോകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്റ്റേറ്റ്ഫുൾ മൾട്ടി ഏജൻറ്റ് സിസ്റ്റങ്ങൾ നിർമ്മിക്കാനാണ് LangGraph യൂസ് ചെയ്യുന്നത്. നമുക്കൊരു AI ഏജൻറ്റ് എക്സാമ്പിളായി എടുക്കാം. ടാസ്ക് മാനേജ്മെൻറ്റ് അസിസ്റ്റൻറ്റ്. ഇവിടെ പ്രധാനമായും യൂസർ നൽകുന്ന വിവരങ്ങൾ വിശകലനം ചെയ്യുക, പുതിയ ടാസ്കുകൾ ചേർക്കുക, പൂർത്തിയായ ടാസ്കുകൾ രേഖപ്പെടുത്തുക, ടാസ്കുകളുടെ സമ്മറൈസേഷൻ തയ്യാറാക്കുക എന്നിവയാണ് ഈ ഒരു ഏജൻറ്റ് ചെയ്യുന്നത്. LangGraph ഉപയോഗിച്ച് നമുക്ക് ഇതൊരു ഗ്രാഫ് ഘടനയിൽ നിർമ്മിക്കാൻ സാധിക്കും. ഇതിൽ ഓരോ പ്രവർത്തനത്തെയും ഒരു നോഡായി കണക്കാക്കുന്നു. അതായത് ടാസ്ക് ചേർക്കുന്നതും പൂർത്തിയാക്കുന്നതും സമ്മറൈസ് ചെയ്യുന്നതുമെല്ലാം ഓരോ നോഡുകളാണ്. ഈ നോഡുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ എഡ്ജസ് എന്ന് വിളിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പ്രോസസ് ഇൻപുട്ട് നോഡാണ്. യൂസറിൻ്റെ നിർദ്ദേശം ആദ്യം വരുന്നത് ഇവിടെയാണ്. ഒരു LLM ഉപയോഗിച്ച് യൂസർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അത് ഏത് ആക്ഷൻ നോഡിലേക്ക് പോകേണ്ടതെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്റ്റേറ്റ്. സംഭാഷണങ്ങളിലുടനീളം ടാസ്ക് ലിസ്റ്റ് കൃത്യമായി നിലനിർത്താൻ സ്റ്റേറ്റ് സഹായിക്കുന്നു. ആഡ് ടാസ്ക് നോഡ് പുതിയ കാര്യങ്ങൾ സ്റ്റേറ്റിലേക്ക് ചേർക്കുന്നു. കംപ്ലീറ്റ് ടാസ്ക് നോഡ് അവ പൂർത്തിയായതായി അടയാളപ്പെടുത്തുന്നു. സമ്മറൈസ് നോഡ് നിലവിലെ ടാസ്കുകളുടെ ഒരു വിവരണം നൽകുന്നു. എല്ലാ നോഡുകൾക്കും ഈ ഒരു സ്റ്റേറ്റ് പരിശോധിക്കാനും മാറ്റം വരുത്തുവാനും സാധിക്കും. സ്റ്റേറ്റ് എന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ കറണ്ട് സ്റ്റേറ്റസ് അല്ലെങ്കിൽ അവസ്ഥയാണ്. മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ, AI നൽകിയ മറുപടികൾ, യൂസറിൻ്റെ താൽപ്പര്യങ്ങൾ എന്നിവ ചേർന്നതാണ് കറണ്ട് സ്റ്റേറ്റ്. ഉദാഹരണത്തിന് നിങ്ങൾ ആദ്യം താജ്മഹലിനെ കുറിച്ച് പറയൂ എന്നൊരു ക്വസ്റ്റ്യൻ
ചോദിക്കുന്നു എന്ന് കരുതുക. അടുത്തതായി അത് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് എന്നത് താജ്മഹലിനെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കാൻ AI സഹായിക്കുന്നത് സ്റ്റേറ്റ് ഉള്ളതുകൊണ്ടാണ്. ഈയൊരു ഗ്രാഫ് ഘടന ഉള്ളതിനാൽ യൂസർ നൽകുന്ന ഏത് നിർദ്ദേശവും ഏത് ക്രമത്തിലും കൈകാര്യം ചെയ്യാൻ AI അസിസ്റ്റന്റിന് സാധിക്കും. ഓരോ പ്രവർത്തനം കഴിഞ്ഞാലും ഇത് വീണ്ടും പ്രോസസ് ഇൻപുട്ട് നോഡിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ദീർഘനേരത്തെ സംഭാഷണങ്ങളിലും കൃത്യമായ പശ്ചാത്തലം അതായത് കോണ്ടെക്സ്റ്റ് നിലനിർത്താൻ കഴിയുന്ന ഏജന്റുകളെ നിർമ്മിക്കാൻ ലാങ് ഗ്രാഫ് സഹായിക്കുന്നു. ഇനി നമുക്ക് ലാങ് ചെയിനും ലാങ് ഗ്രാഫും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായി ഇവയുടെ പ്രൈമറി ഫോക്കസ് എന്താണ് എന്ന് നോക്കാം. മൾട്ടി ഏജന്റ് സിസ്റ്റങ്ങളും വർക്ക് ഫ്ലോകളും നിർമ്മിക്കാനും നിയന്ത്രിക്കാനുമാണ് ലാങ് ഗ്രാഫ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. എന്നാൽ ലാങ് ചെയിൻ്റെ ലക്ഷ്യം വിവിധ LLM പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ചെയിനിങ് ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. ഇവയുടെ സ്ട്രക്ചർ പരിശോധിച്ചാൽ ലാങ് ചെയിൻ ഒരു ചെയിൻ ഘടനയാണ്. ഇതിനെ ഒരു ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് എന്നും വിളിക്കാം. അതായത് ഇവിടെ പ്രവർത്തനങ്ങൾ എപ്പോഴും മുന്നോട്ട് മാത്രം പോകുന്ന ഒരു പ്രത്യേക ക്രമത്തിലായിരിക്കും. ഉദാഹരണത്തിന് ഒന്നാമത്തെ ടാസ്ക് കഴിഞ്ഞ് 2ലേക്കോ 3ലേക്കോ പോകാം, തുടർന്ന് 4ാമത്തെ ടാസ്കിലേക്ക് എത്താം. ഏത് ക്രമത്തിലാണ് കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് കൃത്യമായ ധാരണയുള്ളപ്പോൾ ഈ ഒരു രീതി വളരെ മികച്ചതാണ്. എന്നാൽ ലാങ് ഗ്രാഫിൻ്റെ ഘടന ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിൽ പ്രവർത്തനങ്ങൾക്കിടയിൽ ലൂപ്സ് അനുവദനീയമാണ്. അതായത് പഴയ സ്റ്റെപ്പിലേക്ക് തന്നെ തിരിച്ചു വരാൻ സാധിക്കും. ഉദാഹരണത്തിന് സ്റ്റേറ്റ് എയിൽ നിന്നും ബിയിലേക്കും സിയിലേക്കും പോകാനും അവിടെ നിന്ന് വീണ്ടും എയിലേക്ക് തന്നെ തിരിച്ചു വരാനും സാധിക്കും. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചോ യൂസറിൻ്റെ മറുപടിക്കനുസരിച്ചോ അടുത്ത ഘട്ടം തീരുമാനിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലാണ് ഇത് വളരെ ഉപകാരപ്പെടുന്നത്. ഇനി ഇതിലെ കമ്പോണൻസ് നോക്കിയാൽ ലാങ് ചെയിൻ മെമ്മറി, പ്രോംപ്റ്റ്, LLM, ഏജന്റ് തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗിക്കുന്നു. ലാങ് ഗ്രാഫ് നോഡ്സ്, എഡ്ജസ്, സ്റ്റേറ്റ് എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാങ് ചെയിനിന് ഈ കാര്യത്തിൽ പരിമിതമായ കഴിവുകളേ ഉള്ളൂ. ലാങ് ചെയിനിൽ വിവരങ്ങൾ ഒരു ചെയിനിൽ നിന്നും മറ്റൊരു ചെയിനിലേക്ക് കൈമാറാൻ കഴിയുമെങ്കിലും പലതവണയുള്ള റണ്ണുകൾക്കിടയിൽ മൾട്ടിപ്പിൾ റൺസിൽ ഒരു സ്ഥിരമായ സ്റ്റേറ്റ് നിലനിർത്തുക എന്നത് ഈസിയായിട്ടുള്ള കാര്യമല്ല. എങ്കിലും സംഭാഷണങ്ങൾക്കിടയിൽ ചെറിയ രീതിയിൽ സ്റ്റേറ്റ് നിലനിർത്താൻ സഹായിക്കുന്ന മെമ്മറി കമ്പോണൻസ് ലാങ് ചെയിനിലുണ്ട്. എന്നാൽ ലാങ് ഗ്രാഫിൻ്റെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് കുറച്ചുകൂടി കരുത്തുറ്റതാണ്. കാരണം ഇതിൽ സ്റ്റേറ്റ് എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാ നോഡുകൾക്കും ഇത് പരിശോധിക്കുവാനും മാറ്റം വരുത്തുവാനും സാധിക്കും. ഇത് കൂടുതൽ സങ്കീർണവും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതുമായ പെരുമാറ്റം കാഴ്ചവെക്കാൻ സഹായിക്കുന്നു. മീനിങ് കോണ്ടെക്സ്റ്റ് അവെയറായി ഡേറ്റ പ്രോസസ്സ് ചെയ്യുവാൻ സാധിക്കുന്നു. ഇവയുടെ യൂസ് കേസസ് നോക്കിയാൽ ഡേറ്റ ശേഖരിക്കുക, അത് പ്രോസസ്സ് ചെയ്യുക, റിസൾട്ട് നൽകുക എന്നിങ്ങനെയുള്ള തുടർച്ചയായ സീക്വൻഷ്യൽ ജോലികൾക്ക് ലാങ് ചെയിൻ മികച്ചതാണ്. ലാങ് ചെയിനിലെ ഏജന്റ് ഫീച്ചർ ഉപയോഗിച്ച് ഒരു പരിധിവരെ തുടർച്ചയല്ലാത്ത കാര്യങ്ങളും ചെയ്യാമെങ്കിലും ലാങ് ഗ്രാഫിന് സങ്കീർണമായ ടാസ്കുകൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലാങ് ഗ്രാഫ് തുടർച്ചയായ മാറ്റങ്ങൾ ആവശ്യമുള്ള സങ്കീർണമായ സിസ്റ്റങ്ങൾക്ക് അനുയോജ്യമാണ്. ഉദാഹരണത്തിന് ദീർഘനേരത്തെ സംഭാഷണങ്ങളിൽ കോണ്ടെക്സ്റ്റ് നിലനിർത്താനും വ്യത്യസ്ത തരം അഭ്യർത്ഥനകൾ കൈകാര്യം ചെയ്യാനും ഇവയ്ക്ക് സാധിക്കും. ചുരുക്കത്തിൽ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഉപയോഗിച്ചുള്ള ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന കരുത്തുറ്റ 2 ഫ്രെയിംവർക്കുകളാണ് ലാങ് ചെയിനും ലാങ് ഗ്രാഫും.